ജനുവിനിലേതാ ലെറ്റ്സ് ഡാൻസ് സീസൺ 3 ലെവൽ 3 ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ സന്തോഷത്തിലാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് ഇന്ന് എലിമിനേഷൻ എപ്പിസോഡാണ്. ലെവൽ 2 കഴിഞ്ഞപ്പോൾ നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാവരും വളരെ ബ്രില്യൻ്റ് ആയിട്ടാണ് പെർഫോം ചെയ്തത്. അതുകൊണ്ട് തന്നെ ലെവൽ 2-ൽ എലിമിനേഷൻ നമ്മൾ ടോട്ടലി അവോയ്ഡ് ചെയ്തു. അതായത് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന 20 കണ്ടസ്റ്റൻസും വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ലെവൽ 3 സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ലെവൽ 3-ൽ അഗെയിൻ അവർ പെർഫോം ചെയ്തതും 3 റൗണ്ടുകളിലാണ്. വിച്ച് ഈസ് കളേഴ്സ് റൗണ്ട്, മലയാളം ലെജൻഡ്സ് റൗണ്ട് ആൻഡ് ഓഫ് കോഴ്സ് ശ്രീ ദ മാസ്റ്റർ ഹിറ്റ്സ് റൗണ്ട്. മാസ്റ്റർ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ചില പെർഫോമൻസസിൽ ഒരുപാട് വാവ് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു, ചില ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസസ് ഉണ്ടായിരുന്നു, നല്ല 30 on 30 കിട്ടിയ ഒരുപാട് പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഈക്വലി ചില പെർഫോമേഴ്സ് നമ്മളെ ഡിസപ്പോയിൻ്റ് ചെയ്തു ഈ ലെവലിൽ. ഇനി അതിൻ്റെയൊക്കെ റിസൾട്ടാണ്. ഈ 20 പേരിൽ 20 പേരും നമ്മളോടൊപ്പം ഉണ്ടാവില്ല. 1, 2, 3 എത്രയാണെന്ന് എനിക്കറിയില്ല. ചില കണ്ടസ്റ്റൻസ് ഡെഫിനറ്റ്ലി എലിമിനേറ്റ് ആവും. സോ ആ പ്രോസസ്സിലേക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ദിസ് ഈസ് പ്രീമിയർ ജനുവിനിലേതാ ലെറ്റ്സ് ഡാൻസ് സീസൺ 3 എലിമിനേഷൻ എപ്പിസോഡ്. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു പ്രീമിയർ ഫുട്വെയർ, ദ കിങ് ഓഫ് ഫുട്വെയർസ്. റോമിയോ ജൂലിയറ്റ്, ശ്രീ ദ മാസ്റ്റർ, ലൈല മജ്നു. അഗൈൻ എലിമിനേഷൻ. നമ്മുടെ 50th എപ്പിസോഡ് സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞു. ആൻഡ് ഇപ്പോൾ നമുക്ക് പോകേണ്ടത് മറ്റൊരു ലെവലിലേക്കാണ്. സാറിയോ ആ 50th എപ്പിസോഡ് സെലിബ്രേഷനിൽ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു എപ്പിസോഡ് മാത്രമല്ല, എല്ലാ എപ്പിസോഡും ഒരു ആഘോഷമായിരുന്നു. അല്ലേ? വി ഓൾ ഹാഡ് ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ഫൺ. പക്ഷേ ദിസ് ഇസ് നോട്ട് അബൌട്ട് ഫൺ, ദിസ് ഇസ് ഓൾ എ കോമ്പറ്റീഷൻ. സീരിയസ് ആവേണ്ട സമയമാണ്. വാട്ട് ഡു യു സേ? നമ്മൾ മാർക്ക് കൊടുത്തത് അവരുടെ ടാലൻറ്റ്, അവർ കാണിച്ച ഡാൻസിന് അനുസരിച്ചാണ്. ഓൾ ദി ബെസ്റ്റ് മാത്രം പറയാൻ പറ്റൂ, അത്രയേ ഉള്ളൂ. ഇനി എലിമിനേഷൻ റൗണ്ടിന് ആര് എത്ര മാർക്ക് എടുത്ത് അതിൻ്റെ ഡിസിഷൻ എന്താവണം നോക്കാം. താങ്ക് യു സോ മച്ച് ലൈല മജ്നു. റോമിയോ ജൂലിയറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞു വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള കുറേ പെർഫോമൻസസ് നമുക്ക് ഈ ലെവൽ ഉണ്ടായിരുന്നു. ഈക്വലി ചിലത് ഡിസപ്പോയിൻറ്റിംഗ് ആയിരുന്നു, ചില പെർഫോമൻസസും. വാട്ട് ഡു യു സേ അബൌട്ട് ഓൾ ദോസ്? ഫസ്റ്റ് ഓഫ് ഓൾ, ഇങ്ങനെ ഒരു സ്റ്റേജ് കിട്ടിയത് ദേ ഷുഡ് ബി വെരി താങ്ക്ഫുൾ. ആൻഡ് എന്തെന്ത കണ്ടസ്റ്റൻസ് അന്ത ദിവസത്തിൽ ഡിസപ്പോയിൻറ്റ് ചെയ്തു, ദാറ്റ് വാസ് നോട്ട് ദെയർ ഡേ. അത്രേ. അങ്ങനെയല്ല ദേ ആർ നോട്ട് ടാലൻറ്റഡ്, മറ്റവരോട് ദേ ആർ ലെസ് ടാലൻറ്റഡ്, അങ്ങനെ ഏതും ഇല്ല. ദാറ്റ് ഡേ ഇറ്റ് വാസ് നോട്ട് ദെയർ ഡേ, സോ ദേ കുഡ് നോട്ട് പെർഫോം വെൽ. ആൻഡ് അരവിന്ദ് മാസ്റ്റർ പറഞ്ഞതുപോലെ വി ജഡ്ജ് ദെം ഓൺ ദെയർ പെർഫോമൻസ് ഓൺ ദാറ്റ് ഡേ. வேறு எதுவும் பர்சனலாகிட்டு இல்லை, வேறு அவங்க வந்து மற்றவங்களோட குறைஞ்சவங்களாக இருக்காங்க அப்படிலாம் எதுவுமே இல்லை. ஆன் தேட் டே தேர் டேலண்ட் வாட் தே ஷோட், அதுக்கான நாங்கள் மார்க் கொடுத்தது. ஸோ எனி ஒன்ஸ் கெட்டிங் எலிமினேட்டட், இட்ஸ் ஓகே. இந்த ஸ்டேஜ் மாத்திரமல்ல, இதுக்கப்புறம் லைஃப்பில் வேறு எத்தனையோ ஸ்டேஜஸ் உண்டு. யூ கைஸ் வில் டெஃபினெட்லி டூ வெல். அண்ட் ஆல் தோஸ் ஹூ ஆர் கோயிங் டு த நெக்ஸ்ட் ஸ்டேஜ், ஆல் த വെരി ബെസ്റ്റ്. ഞങ്ങൾ ഇന്നും കൂടുതലായിട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് റോമിയോ ജൂലിയറ്റ്. ശ്രീ ദ മാസ്റ്റർ, എലിമിനേഷൻ ആണ് മാസ്റ്റർ. ഹാർഡ് വർക്ക് ചെയ്താൽ ഡെഫിനറ്റായിട്ട് നല്ല മാർക്ക് കിട്ടും. ചില പേരാണ് ഹാർഡ് വർക്ക് ചെയ്തിട്ടില്ല, മാർക്ക് അത്രയേ ഉള്ളൂ. നോക്കാം, മാർക്ക് നോക്കിയിട്ട് നോക്കാം. ഓക്കെ, സോ ആസ് യൂഷ്വൽ എല്ലാവർക്കും സ്റ്റേജിലേക്ക് സ്വാഗതം. ലെറ്റ്സ് പ്രൊസീഡ് വിത്ത് ദി എലിമിനേഷൻ. സോ ഫസ്റ്റ് ഞാൻ വെൽക്കാൻ പോകുന്നത് നമ്മുടെ ലെവൽ 3-ൻ്റെ ടോപ്പ് സ്കോറേഴ്സ് ആൻഡ് സേഫ് സോണിൽ ഉള്ള ആൾക്കാർ. വിശ്വതി ആൻഡ് ഷമീർ 100 മാർക്സ്. അനീഷ് ആൻഡ് പ്രജിത് 100 മാർക്സ്. ശൂരൻ പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം, വീരൻ പടയുടെ വൻമുടി ഏറ്റിക്കൊട്ടിക്കേറും താളം. ഇന്നക്കരയുള്ളവൻ ഇക്കരയെത്തും തക്കിടി തക്കിലടി മേളം. ഇത് മാമലമേലെ സൂര്യനുദിക്കും പുലരിക്കതിരിൻ വെള്ളിത്തേര്. കാടും മലയും പുഴയും കടന്ന് കയറി വരുന്നൊരു വള്ളിത്തേരാണേ. വെൽമുരുകാ ഹരോഹരാഹോ, വേലായുധാ ഹരോഹരാഹോ. തമിഴ് മുങ്കൽ ആദി. Let's go. Mappula mappula tiriyira pombala enna
என்னடி நடக்குது செந்தமிழ்நாட்டில எல்லாருக்கும் வணக்கமுங்க மானம் பறக்குதுங்க Hi girls, how are you ya 10 மாசம் பழகின பின்னே who are you da மூன்றே சொற்கள் I love you da அதற்கர்த்தம் கூட உனக்கு தெரியலையா And top scorer 3, 101.5, Pratish Anish. अपकारी अजल गुजल अपकारी माटी किटा मजा कचेरी अंदिर चटकट पुन्ने पटिर का कुक्का मक्का अंदिर में अदल कोजा बड़ा दी पास मक्का जागला नालो आनकुल नामड़ा So, idhil Anish and Prajit, Pratish Anish and Vishwati Shamir, 3 top scorers, all above 100. യെസ്, നമ്മുടെ ലെവൽ 3-ലെ ടോപ്പ് സ്കോറേഴ്സ് And Meedhul Alkar, all safe zone. പ്രതീഷ് Pratish അനീഷ്, Anish forward. ഷമീർ വിശ്വതി, പ്രജിത് അനീഷ്. Prajit Anish. A big round of applause. നമ്മുടെ ലെവൽ 3-ലെ ടോപ്പ് സ്കോറേഴ്സ് ആണ് ഈ 3 പേര്. And Meedhul Alkar above 80, so safe zone. ബാക്കിയുള്ളവർ സേഫ് സോണിലാണ്. കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത പ്രാവശ്യം എന്താ പറഞ്ഞിട്ടുണ്ട്, സ്പീഡും ഉണ്ടാവണം, ഡിഫറെൻറ്റും ഉണ്ടാവണം, തകർക്കണോ കലക്കണോ, മനസ്സിലായ? ഇത് പോരാ. ഓക്കെ, സ്റ്റൈൽസിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഓൾ ദി ബെസ്റ്റ് കണ്ടസ്റ്റൻറ്റ്, ഡു വെൽ. ഞാൻ ഒന്ന് നോക്കാൻ പോകണം, നോക്കട്ടെ. ഓക്കെ, ഗോ ടു യുവർ സീറ്റ്സ്. Next, mark കമ്മിയ കിടച്ച് ഡേഞ്ചർ സോൺ. ആസ് യു കെൻ സീ, നമ്മുടെ സ്റ്റേജിൽ ഇപ്പോൾ നിൽക്കുന്ന ഈ കണ്ടസ്റ്റൻസ് എല്ലാവരും ലെവൽ 3 കഴിഞ്ഞപ്പോൾ ഡേഞ്ചർ സോണിലാണ്. ഇവരിൽ നിന്നാണ് നമ്മൾ എലിമിനേറ്റ് ചെയ്യാൻ പോകുന്നത്. സെവൻറ്റി ടു 80 മാർക്സ് എടുത്തത് ആരാണ്? Abhishek Sajith, please step forward. Renzo Shini, Nandana Aishwarya, Vinod Athira. നമ്മുടെ ലെവൽ 3-ലെ 3 റൗണ്ടും അവസാനിച്ചപ്പോൾ 70-നും 80-നും ഇടയിൽ മാർക്ക് സ്കോർ ചെയ്തവരാണ് ഇവർ. സോ ഇവിടെ ബാക്കി കാര്യങ്ങൾ അല്ല, ഓൾറെഡി ഒരു 5 മാർക്സ് 10 മാർക്സിലാണ് ഡിഫറെൻ്റ് ഉണ്ട്. ഇവിടെ എല്ലാം വാർണിംഗ് ഇട്ട് ചെയ്യണം. ആക്ച്വലി 10 പേഴ്സ് എലിമിനേറ്റ് ചെയ്യാനും പറഞ്ഞ് ഞാൻ പ്രൊഡ്യൂസറിട്ട്, എന്നാൽ സ്ട്രോങ് ആയിട്ടുമുണ്ട്, ആ കണ്ടസ്റ്റൻസ് മാത്രം മതിയെന്ന് പറഞ്ഞ്. പിന്നെ ഒത്തിരി കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഒരു 4 പേര് വാർണിംഗ് ചെയ്യാൻ ചെയ്തത്. സേഫ് സോണാണ്. നെക്സ്റ്റ് ടൈം ഡെഫിനറ്റായിട്ട് നന്നായിട്ട് ചെയ്യണം. ശരിയാ? പ്ലീസ്. അവർക്കൊരു പ്രൊമോഷൻ കിട്ടി, ഡേഞ്ചർ സോണിൽ നിന്ന് സേഫ് സോണിലേക്ക്. ചെയ്തിട്ടുണ്ട്, അപ്പോൾ ചെയ്ത് കാണിച്ചിട്ടില്ല. എന്തിനാ? ഇത് തപ്പാണ്. ഓഡിയൻസ് നോക്കണമെന്നുണ്ട്. എലിമിനേഷൻ. ചന്ദ്രചൂഡൻ, രഞ്ജു, സോറി. ഞാനിവിടെ 3 ദിവസം നിന്നതിന് ശേഷമാണ് ആര്യ ഇവിടെ വരുന്നത്. 11-ാം തീയതി ഞങ്ങൾ പേഴ്സ് തമ്മിൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അത് പ്രൊഡ്യൂസറിൻ്റെ ഫ്രണ്ടിൽ വെച്ച് പറഞ്ഞ് തീർക്കുകയും അത് തന്നെ കഴിഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ നേരമില്ലാണ്ട് വൈഷ്ണവിയുടെ ഒപ്പം കളിക്കാനും
അവരുടെ കാര്യങ്ങൾ നോക്കാനും മാത്രമേ അവർക്ക് നേരം ഉണ്ടായുള്ളൂ. ഈ ഇരിക്കുന്ന എല്ലാ കണ്ടസ്റ്റൻസും കണ്ടതും കൂടിയാണ്. ആരും പറഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ പുറത്തായി. ആണോ ഇത്? എന്ത് പറയാ? ഈ പറഞ്ഞ സത്യമാണോ? നിങ്ങളോടല്ല ഞങ്ങൾ കുറച്ച് നേരത്തെ ചോദിച്ചത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പറയണമെന്ന്. നിങ്ങളോട് ഇത്ര ഫ്രണ്ട്ലി ആയിട്ട് ഉണ്ടല്ലേ, എന്ത് പറയുന്നത് ഞങ്ങള്? ரெஞ்சோ சந்திரசூடன் கம் ஃபார்வர்ட். ரெஞ்சோ சந்திரசூடன் ஃபஸ்ட் லெவலில் 100 மார்க் எடுத்து ஃபஸ்ட்டு, அதுக்கு பெரிய கையடி கொடுக்கணும். ஃபஸ்ட் லெவலில் സെക്കൻഡ് ലെവലിൽ നല്ല മാർക്കാണ്. ഇപ്പോൾ തേർഡ് ലെവലിൽ ഇങ്ങനത്തെ ഒരു പൊസിഷൻ വന്ന് 3 റൗണ്ട് കൊടുത്ത് 3 റൗണ്ടിൽ ഒരു റൗണ്ട് പെർഫോമേ ചെയ്തിട്ടില്ല. എന്തിനാന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞ്, കോറിയോഗ്രാഫർ ഇല്ല, കണ്ടിന്യൂ ചെയ്യാൻ ഒക്കില്ല ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു കോറിയോഗ്രാഫർ നാനേ കൊടുക്കാം എന്ന് പറഞ്ഞു. ഇപ്പോൾ എലിമിനേറ്റ് ലെവലിൽ വരുമ്പോൾ ഒരു റൗണ്ട് ആടിയിട്ടേ ഇല്ല, മാർക്കേ കിട്ടിയിട്ടില്ല. പിന്നെ എന്തിനാ കണ്ടിന്യൂ ചെയ്യാൻ ഒക്കും? ഈ തേർഡ് റൗണ്ട് കണ്ടിന്യൂ ചെയ്തിട്ട് പിന്നെ പറഞ്ഞേക്കാം, മാസ്റ്റർ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ ഒക്കില്ല, ഏതെങ്കിലും ഹെൽപ്പ് ചെയ്യും മാസ്റ്റർ, കോറിയോഗ്രാഫർ പറഞ്ഞാൽ ഞാൻ ചെയ്ത് വെക്കും. മനസ്സിലായാ? ഇപ്പോൾ അതർ ജഡ്ജസ് അതർ കണ്ടസ്റ്റൻസിലെ നോക്കണില്ല, 3 റൗണ്ട് കറക്റ്റായിട്ട് ചെയ്ത് ഓക്കെ, ഒത്തിരി കഷ്ടപ്പെട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അവിടെ മാർക്ക് കുറവോ അല്ല അധികമോ നോ പ്രോബ്ലം അല്ലേ? ഇപ്പോൾ ഒരു റൗണ്ട് എന്തിനാ ചെയ്തിട്ടില്ല, ഈ സ്റ്റേജ് ഇങ്ങനെ വന്ന് അത് മിസ് ചെയ്തില്ലേ എന്താ ചെയ്യാൻ? ഇപ്പോൾ ഒരു റൗണ്ടിൽ അവരെ മാർക്ക് 0 ആണ്. അതാണ് ഇപ്പോൾ ഇപ്പോൾ വന്ന് ടെലികാസ്റ്റിലെ കാണുമ്പോൾ പറയണല്ലേ, എന്തിനാ നീ വെളിയെ പോയി പുറത്ത് പോയി, ഇല്ല ഞാൻ തോറ്റു പോയി അങ്ങനെ. അതാണ് ക്വസ്റ്റ്യൻ. നീ പ്രാക്ടീസ് ചെയ്തിട്ടില്ല ഒരു റൗണ്ട്, പറ കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറ. ചെയ്തിട്ടുണ്ട്, അപ്പോൾ ചെയ്ത് കാണിച്ചിട്ടില്ല. എന്തിനാ? ഇത് തപ്പാണ്. ഓഡിയൻസ് നോക്കണമെന്നുണ്ട്. എലിമിനേഷൻ ചന്ദ്രചൂഡൻ, രഞ്ജു, സോറി. പ്രാക്ടീസ് ചെയ്തിട്ട് ഇവിടെ വന്ന് ചെയ്തിട്ടില്ല, നിന്ന് കണ്ടിന്യൂ ചെയ്യാൻ ഒക്കില്ലാണ്, ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡാണ്. എത്ര ഒരു നല്ല കണ്ടസ്റ്റൻ്റ് അറിവാണ്. ഇവർ സെമി ഫൈനൽ, ക്വാർട്ടർ ഫൈനൽ, സെമി ഫൈനൽ, ഫൈനൽ വരും എന്നാണ് വിചാരിച്ചതാ. ശരി, ഓക്കെ. ഞാൻ പറഞ്ഞ പോലെ ചില അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചു. അതിൽ വളരെ വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടൊരു കാര്യം ഇവരുടെ കാര്യത്തിലാണ് സംഭവിച്ചത്. ഞാൻ ഒന്നും കൂടെ ക്ലിയർ ആക്കുകയാണ്. രഞ്ജു ആൻഡ് ചന്ദ്രചൂഡൻ അവർക്ക് കൊടുത്ത 3 റൗണ്ടുകളിലും അവർ പെർഫോം ചെയ്തില്ല. 3 റൗണ്ടിലും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രാക്ടീസ് ചെയ്ത് എന്താ ചെയ്തിരുന്നത് അതവരൊന്ന് കാണിച്ചിട്ട് പറഞ്ഞിരുന്നെങ്കിൽ വി വുഡ് ഹാവ് കൺസിഡേർഡ്. പക്ഷേ ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ നമ്മുടെ മാനേജ്മെൻറ്റും നമ്മുടെ പാനലും ചേർന്ന് എടുത്തിരിക്കുന്ന ഡെസിഷൻ എന്താണെന്ന് വെച്ചാൽ രഞ്ജു ആൻഡ് ചന്ദ്രചൂഡൻ ഇസ് എലിമിനേറ്റഡ്. അരവിന്ദ് അറിയൂ? എന്തു പറയാം, നമ്മുടെ വളരെ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ്, ഒരു പേരായിരുന്നു. നീ തന്നെ പറയുന്നു പ്രോമിസിംഗ്. നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ചന്ദ്രചൂഡനും പിന്നെ രഞ്ജുനും ഞാൻ സെലക്ട് ചെയ്തില്ലേ? ഇവിടുത്തുള്ള എല്ലാ കണ്ടസ്റ്റന്റും ഞാൻ സെലക്ട് ചെയ്തതാ. യു ആർ നോട്ട് ഇൻസൾട്ടിങ് യുവർ സെൽഫ്, യു ആർ ഇൻസൾട്ടിങ് മീ, അത്രേ ഉള്ളൂ. മാസ്റ്റർ പറഞ്ഞതുപോലെ നമ്മൾ ഫൈനൽസിൽ വരെ പ്രതീക്ഷിച്ചിരുന്ന ഒരു കണ്ടസ്റ്റൻസ് ആയിരുന്നു, ഒരു പെയർ ആയിരുന്നു. ബട്ട് റൂൾസ് ആർ റൂൾസ്, ദേ ഹാവ് ടു ഫോളോ. ഓക്കെ, എലിമിനേറ്റ് അല്ലേ? രഞ്ജു ചന്ദ്രചൂഡൻ എലിമിനേറ്റ് ഫ്രം ലെറ്റ്സ് ഡാൻസ് സീസൺ 3. അങ്ങനെയല്ല, നീ ലൂസറല്ല. യാറ് ഇവിടെ എല്ലാം നോക്കിക്കൊണ്ട് അവിടെ ഏതും ചെയ്തിട്ടില്ല, അമ്മ ചുമ്മാ ഡാൻസ് ചെയ്യാമോ അങ്ങനെ നീ ഇവിടെ വന്ന് ഇവിടെ സ്റ്റെപ്പ് എടുത്തില്ലേ, അതുവേ നീ ജയിച്ചതാ. ഓക്കെ, എല്ലാവരും കണ്ടസ്റ്റൻസ് എല്ലാവരും പെരിയ കൈദിക്കും. നല്ല ഒരു കണ്ടസ്റ്റൻ്റാണ്, എനിക്ക് വലിയ ഇഷ്ടമാണ് ഈ പാര്. ഞാൻ ഡെഫിനറ്റായിട്ട് യൂസ് ചെയ്യണ്ട. ചെന്നൈയിലെ ഷോ എന്ന് പറയുമ്പോൾ ഏത് ഷോ ആണെങ്കിലും വിളിക്കും. எனக்கு அந்த ஆக்டர் டெஃபினட்டாയിട്ട് எனக்கு വളരെ ഇഷ്ടമായിട്ടുണ്ട്. ഞാൻ 2 പേരെ വിളിക്കും, ഒരു ടീമേ ഫുള്ളായി വിളിക്കും. ശരിയാ? ഡോണ്ട് വറി. രഞ്ജു ചന്ദ്രചൂഡൻ, ഡോണ്ട് വറി. ഇതൊരു നല്ല തുടക്കമായിരിക്കട്ടെ നിങ്ങൾക്ക്. മാസ്റ്റർ പറഞ്ഞല്ലോ, ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ വരാനിരിക്കുന്നുണ്ട്. നമ്മൾ ഫാമിലിയായി. ഇപ്പോൾ ഇവിടെ നിന്ന് പുറത്ത് പോയാലും നമ്മൾ സെമി ഫൈനൽ ഫൈനലെല്ലാം ഉണ്ടല്ലോ, അപ്പോൾ വിളിക്കും. വന്ന് ഇവിടെ ഗസ്റ്റ് പെർഫോമൻസ് വേണുണ്ടാ, അങ്ങനെ ഇങ്ങനെ വേണുണ്ടാ, അങ്ങനെ വിളിക്കും. വന്ന് ചെയ്യുവാ പറ, ചെയ്യുമല്ലേ? നല്ല ഉங்கள் ടീമോട് വന്ന് ചെയ്യുമല്ലേ? എല്ലാം நம்ம கூட எப்பவுமே உண்டாகும். இவட யார் எலிமினேட் ஆயாலும்
നമ്മൾ കൂടെ എപ്പോഴുമേ ഷോ മുടിയ വரைக்கும் ഉണ്ടാവും. ഓക്കെ. യെസ് രഞ്ജുവൻ ചന്ദ്രചൂഡൻ കുറച്ച് വിഷമത്തോടെ യാത്രയാക്കുന്നു രണ്ടുപേരെ. താങ്ക് യു. പ്ലീസ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. Neetu and Kiran, 69.5 master. Neetu, Kiran, please step forward. ജഡ്ജസ് ഇങ്ങനെ ഉണ്ടാവണം. അങ്ങനെ കണ്ടസ്റ്റൻസ് സ്ട്രോങ് ആയിട്ട് ചെയ്താൽ അയ്യോ യാറെ എലിമിനേറ്റ് ചെയ്യാൻ നോക്കുക, യാറെ എലിമിനേറ്റ് ചെയ്യാൻ നോക്കുക, അങ്ങനെ ഉണ്ടാവണം. അതാണ്, അത് മതി. അതേ ജയിച്ച മാതിരി നമ്മളെ കൺഫ്യൂസ് ആക്കാൻ പറ്റണം അവർക്ക് കണ്ടസ്റ്റൻസിന്. നീതു ബോഡി ലാംഗ്വേജ് ഡാൻസ് എവിടെ പഠിച്ച്? ഡാൻസ് ടീമിലെ കളിക്കാൻ പോകുമ്പോൾ അവിടെ പഠിച്ചു. ഓ അവിടെ പഠിച്ച് ഇത്ര ഫോക്കിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് കറക്റ്റായിട്ട് മുറയായിട്ട് പഠിച്ചാൽ നന്നായിട്ട് ഉണ്ടാവും. ഇപ്പോൾ ലെവലിൽ വന്ന് ഒരേ ഒരു വാർണിംഗ് കൊടുക്കുക 2 പേർക്കും. നെക്സ്റ്റ് ലെവലിൽ ഡെഫിനറ്റായിട്ട് നന്നായി ചെയ്യും. ഓക്കെ, ജസ്റ്റ് യു സേഫ് സോണാണ്. നീതു, കിരൺ, കൺഗ്രാറ്റുലേഷൻസ്, യു ആർ സേഫ്. മക്കളെ, വീണ്ടും ഒരു അവസരം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. ഇനി എന്താ ചെയ്യാൻ പോകുന്ന വീട്ടിൽ പോയിട്ട്? നാളെ ഇവിടെ വന്ന് പെർഫോം ചെയ്യുന്നതിന് തലേന്ന് പ്രാക്ടീസ്, അങ്ങനെയാണോ ഉദ്ദേശം? അങ്ങനെ ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങിയാൽ മതി. ഇനി ഈ ഡേഞ്ചർ സോണിൽ കണ്ടുപോകരുത് രണ്ടുപേരെ. ഗെറ്റ് ഔട്ട്, ഗോ. ടാറ്റ ആൻഡ് ഓൾ ദി ബെസ്റ്റ്. Next 69 marksல അഖിൽ അമൃത. അഖിൽ അമൃത ഇല്ലാമോ കണ്ടിന്യൂ ചെയ്ത് ഫുള്ള മാർക്ക് കുറവാണ്. പിന്നെ അമൃതയോടെ വന്ന് നന്നായിട്ട് കളിക്കുന്നു തോന്നി വിചാരിച്ച് നോക്കിയാൽ 3 ദിവസം പ്രാക്ടീസ് 4 ദിവസം പ്രാക്ടീസിന് ഇങ്ങനെ പറയുന്നു. എന്താ ചെയ്യാം നീ പറ. അഖിൽ വരുമ്പോൾ അമൃത നന്നായിട്ട് ആടും, നല്ല പേരാണ്. ഡെഫിനറ്റായിട്ട് വെയിറ്റ് ചെയ്യാനും ആ റൗണ്ട് ഫുള്ളാக വെയിറ്റ് ചെയ്തത് ആൾ ജഡ്ജസ്. പിന്നെ വന്നാ പെർഫോമൻസ് എങ്ങനെ ഉണ്ടാവണം പറ, ഡീറ്റെയിൽ ആയിട്ട് പറ. മനസ്സിലായ 3 റൗണ്ട്സിൽ നീ വന്നിട്ടില്ല, ഇവർ മാത്രം വന്ന് കളിച്ചു, നല്ല ചീത്ത വിളിച്ചു. ആ കൊച്ചിന് ഒരു റൗണ്ട് കാമഡി റൗണ്ടിന് ഒന്ന് ചെയ്ത് ഇങ്ങനെ ഒരു കൊട്ടി ചെയ്യാം, അങ്ങനെ ചെയ്തു ഒരു കാമഡി റൗണ്ട്. അവർ പിന്നെ സോളോ ആയിട്ട് ഒരു ബാൾ വെച്ച് ഇങ്ങനെ കരഞ്ഞ്, ബാൾ മാത്രം കരഞ്ഞ് ഇവർ അങ്ങേ ഉണ്ട്. 2-3 റൗണ്ട്, ഒരു റൗണ്ട് നന്നായിട്ട് ചെയ്തു. ഓക്കെ, നല്ല പേര് എൻട്രി 1 200 പേഴ്സിൽ അപ്പോൾ തന്നെ നോക്കുന്നുണ്ട്. ആറ്റിറ്റ്യൂഡ് നന്നായിട്ടുണ്ട് അമൃതയുടെ. അല്ല നോക്കി ഓക്കെ അമൃത അവിടെ വന്നാൽ നന്നായിട്ട് ചെയ്യുംപ്പാ, സൂപ്പറായിട്ട് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നോക്കിയാൽ ചെയ്തു. ആ സ്കർട്ട് 2 പേരും ഒരു സ്കർട്ട് വെച്ച് ചെയ്തില്ലേ ആ കളർ റൗണ്ടിൽ, അത് നന്നായിട്ട് ഡിഫറെൻ്റ് ആയിട്ട് നന്നായിട്ടുണ്ട്. പിന്നെ അടുത്ത 2 റൗണ്ട് പോയി. എന്താ ചെയ്യാം? എന്തിനാ ഇപ്പോൾ ഒരു 10 days എന്തിനാ പ്രാക്ടീസ് ചെയ്താ? എന്തിനാ 3 days പ്രാക്ടീസ് ചെയ്ത്? എൻ്റെ മുഖത്ത് ഫേസിൽ ഇതായിരുന്നു ഫുൾ ബ്രോക്ക്. ഇപ്പോൾ അടുത്ത പ്രാവശ്യം ചാൻസ് കൊടുത്താ എന്താ ചെയ്യും? നന്നായി ചെയ്യും. ഉറക്ക നന്നായി ചെയ്യും. കേട്ടില്ല. നന്നായിട്ട് ചെയ്യും. നന്നായി ചെയ്യും. നന്നായിട്ട് ചെയ്യും. കണ്ടസ്റ്റൻസ് കേട്ടോ, നെക്സ്റ്റ് ടൈം ഈ പേര് പെർഫോമൻസ് ചെയ്യുമ്പോൾ കണ്ടസ്റ്റൻ്റ് ആണ് ഡയറക്റ്റായിട്ട് കമൻസ് പറയുന്നു, മാർക്ക് പറയുന്നു. ഓക്കെ അല്ലേ? ചാൻസ് കിട്ടി. അഖില ചീത്ത വിളിച്ചാണ് ഇങ്ങനെ ഒരു സ്മൈലാണ്. ആണാ സ്മൈൽ ചെയ്യുവാനാണ് ജീവൻ ഉള്ള ഇങ്ങനെ ഉണ്ടാവും. ചുമ്മാ അതാണ് ആക്ടിങ്. പോയിക്കോ. ഓൾറെഡി രഞ്ജു ചന്ദ്രചൂഡൻ എലിമിനേറ്റഡ് ആണ്. ഇനിയും ബാക്കി സ്റ്റേജിൽ 2 കണ്ടസ്റ്റൻസ് നിൽക്കുന്നുണ്ട്. അവരുടെ ഭാവി ഈ സീസണിൽ ലെറ്റ്സ് ഡാൻസ് സീസൺ 3യിൽ എന്താണ് എന്ന് എനിക്കറിയില്ല. തിങ്സ് ആർ റിയലി ബിൽഡിംഗ് അപ്പ്. ടെൻഷനാണ്. ഞങ്ങൾക്കൊരു ബ്രേക്ക് എടുത്തേ പറ്റൂ. So we are going for a short break, but you guys stay tuned. Result ariyande. This is Premier Genuine Leather. Let's Dance Season 3 Elimination Round. See you after a short break.
ഇപ്പോൾ ഒരു സോങ് ഇടാൻ പോണു. ഈ സോങ് ഇതുവരെ കേട്ടിട്ടേ ഇല്ല കണ്ടസ്റ്റൻറ്റ്. ഇപ്പോൾ 2 പേരും വന്ന് കളിക്കാൻ പോകണം. കളിക്കുമ്പോൾ 2 പേരും ഒരുമിച്ച് ചെയ്യണം, കോർഡിനേഷനായിട്ട് ചെയ്യണം. ഇത് അഡാപ്റ്റിൻ മാതിരി. ഞാനിവിടെ 3 ദിവസം നിന്നതിന് ശേഷമാണ് ആര് ഇവിടെ വരുന്നത്. 11-ാം തീയതി. ഞങ്ങൾ പേഴ്സ് തമ്മിൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അത് പ്രൊഡ്യൂസറിൻ്റെ ഫ്രണ്ടിൽ വെച്ച് പറഞ്ഞ് തീർക്കുകയും അത് തന്നെ കഴിഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ നേരമില്ലാണ്ട് വൈഷ്ണവിയുടെ ഒപ്പം കളിക്കാനും അവരുടെ കാര്യങ്ങൾ നോക്കാനും മാത്രമേ അവർക്ക് നേരം ഉണ്ടായുള്ളൂ. ഈ ഇരിക്കുന്ന എല്ലാ കണ്ടസ്റ്റൻസും കണ്ടതും കൂടിയാണ്. ആരും പറഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ പുറത്തായി. നിങ്ങളോടല്ലേ ഞങ്ങൾ കുറച്ച് നേരത്തെ ചോദിച്ചത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പറയണമെന്ന്. നിങ്ങളോട് ഇത്ര ഫ്രണ്ട്ലി ആയിട്ട് ഉണ്ടല്ലേ, എന്ത് പറയുന്നത് ഞങ്ങള്. വെൽക്കം ബാക്ക് ടു പ്രീമിയർ ജെന്യൂൻ ലെതർ ലെറ്റ്സ് ഡാൻസ് സീസൺ 3. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു പ്രീമിയർ ഫുട്വെയർ, ദ കിങ് ഓഫ് ഫുട്വെയർസ്. ഇത് എലിമിനേഷൻ റൗണ്ട്. ഇപ്പോൾ ടോപ്പ് സ്കോർ കണ്ടസ്റ്റൻസിൽ ആരാണ്? അനീഷ് പ്രതീഷ്, പ്രജിത്ത് അനീഷ്, ഷമീർ വിശ്വതി, പ്രജിത്ത് അനീഷ്. സ്റ്റേജ് കയറും. ഓക്കെ, അനീഷ് പ്രതീഷ് ഇവിടെ ടോപ്പ് സ്കോർ എടുത്തല്ലേ, അതിൻ്റെ സീക്രട്ട് എന്താ പറയുക? നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. നല്ല പ്രാക്ടീസ് ചെയ്ത്. ഒരു സോങ്ങിക്ക് എത്ര ദിവസം പ്രാക്ടീസ് ചെയ്യും? നമ്മൾ എന്നും വൈകുന്നേരം പ്രാക്ടീസ് ചെയ്യും. വൈകുന്നേരം എപ്പോഴും പ്രാക്ടീസ് ചെയ്യും. ഞാൻ ഇപ്പോൾ ലാസ്റ്റ് ലെവല് ഗ്രൂമിങ് ഇവിടെ റൗണ്ട് പറഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രാക്ടീസ്, ആ സോങ് മ്യൂസിക് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇല്ല ഒരു 7 days 8 days ചുമ്മാ റെസ്റ്റ് ആയിട്ട് എപ്പിസോഡ് റെസ്റ്റ് ആയിട്ട് പിന്നെ റൗണ്ട്സ് ആ സോങ് എന്താണെന്ന് ചോദിച്ചിട്ട് അപ്പുറം യോജിച്ച് പിന്നെ അപ്പുറം ഗ്രൂമിങ് ഫോൺ ചെയ്ത് ഈ സോങ് ബ്ലോക്ക് ചെയ്ത് അങ്ങനെ ചെയ്യുക. അല്ല ബിഗിനിങ് ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റെപ്പ് എടുത്ത് ചെയ്യും. ഇമ്മീഡിയറ്റ് ആയിട്ട് മനസ്സിലായാ? ഇമ്മീഡിയറ്റ് ആയിട്ട് അപ്പേ ചെയ്യണുണ്ട്. ആ റൗണ്ട്സ് പറഞ്ഞ ഉടനെ ആ നൈറ്റ് കൂടെ ആ നൈറ്റേ പോയി 2 പേരും ഈ റൗണ്ട് പറഞ്ഞ് ഈ സോങ് എടുക്കാം അപ്പോഴേ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്താണ് ഇങ്ങനെ പ്രാക്ടീസിൽ എല്ലാം ടോപ്പ് സ്കോർ എടുക്കാൻ നോക്കും. ഇവിടെ കാസ്റ്റ്യൂംസ് പിന്നെ ഏതെങ്കിലും വേണം എങ്ങനെ ഹെൽപ്പ് ചെയ്യും? ഹെൽപ്പ് ചെയ്യാനൊന്നും ആരുമില്ല. അത് കുഴപ്പമില്ല, ഡാൻസ് കളിച്ചാൽ മാത്രമേ മതി. കാസ്റ്റ്യൂം ഒരു വൈറ്റ് ഷർട്ട് ഒരു ബ്ലാക്ക് പാൻറ്റ് ഇല്ല ബ്ലൂ ജീൻസ് ഒരു ടീഷർട്ട്, അത് ഇവിടെ ഹാൻഡ് കട്ട് ചെയ്ത് ഇവിടെ ഹാൻഡ് കട്ട് ചെയ്ത് ഇവിടെ ഒരു ടൈ ഇല്ല കീഴത്ത ഏത് എടുത്താലും ഡാൻസ് കളിച്ചാൽ മാർക്ക് കിട്ടും. ഇവിടെ വിശ്വതി ഷമീർ വരും. വിശ്വതി ഷമീർ ഞാൻ ഷോസിൽ കണ്ടിട്ടുണ്ട്, ഷോസ് ചെയ്യുന്നവരാണെന്ന് എനിക്കറിയാം. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമും ഒരു സ്റ്റേജ് ഷോയും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. സ്റ്റേജ് ഷോ നമുക്ക് ലൈവായിട്ട് ഓഡിയൻസിൻ്റെ റെസ്പോൺസ് കിട്ടുകയാണ്. നമ്മൾ ഇത്രയും ഒരു ജഡ്ജസ് പാനൽ ഇവിടെയുള്ള ഓഡിയൻസിൻ്റെ റെസ്പോൺസാണ് ഫസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അതിനുശേഷം ഇത് ടെലികാസ്റ്റ് വരുമ്പോഴാണ് വൈഡായിട്ടുള്ള ഓഡിയൻസിൻ്റെ റെസ്പോൺസ് കിട്ടുന്നത്. ആസ് എ ഡാൻസർ നിങ്ങളിപ്പോൾ ഫസ്റ്റ് ഏതാണ് ചൂസ് ചെയ്യുക? കാരണം സ്റ്റേജ് ഷോ എന്നുള്ളത് ഒരു ഇഷ്യൂ ആയി മാറിയിരിക്കുകയാണ് നമ്മുടെ പ്രോഗ്രാമിൽ. പേഴ്സണലി എനിക്കറിയണം നിങ്ങൾ ഇതിൽ ഏതാണ് ഫസ്റ്റ് ചൂസ് ചെയ്യുക? ഇത് തന്നെ ആയിരിക്കും. സ്റ്റേജ് ഷോ അല്ല, ഐ മീൻ റിയാലിറ്റി ഷോ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമാണ് ചൂസ് ചെയ്യുക. തീർച്ചയായും. എന്തുകൊണ്ട്? അതിനുള്ള ആൻസറാണ് കിട്ടേണ്ടത്. ഓഫ് കോഴ്സ് പ്രോമിനൻസ് കൊടുക്കുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോമിനാണ്. അതുകൊണ്ടാണ് ഷോസ് വരെ മിസ് ചെയ്ത് നിങ്ങളിവിടെ നിൽക്കുന്നത്. എന്തുകൊണ്ട് ഇത് ചൂസ് ചെയ്യുന്നു?
ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒരുപാട് നല്ല പെർഫോമൻസ് ഓഡിയൻസിന് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ എന്തുകൊണ്ടും നമ്മൾ ഇത് തന്നെ ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. പിന്നെ സ്റ്റേജ് പെർഫോമൻസിലാണെങ്കിലും നമ്മളെപ്പോഴും ബാക്ക് ഡാൻസറായിട്ടാണ് കളിക്കുന്നത്. അപ്പം നമുക്കും ഒരു എന്താ പറയുക ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ, ലൈക്ക് അറ്റ്ലീസ്റ്റ് ഒരു സെൻറ്ററിൽ നിന്ന് കളിക്കണം. പിന്നെ നമ്മളുടെ എത്ര ചെയ്യാൻ പറ്റുമോ അത്ര പെർഫോം ചെയ്ത് കാണിക്കണം. മാസ്റ്റർ പോലെയുള്ള എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് അവർ തരുന്ന കമൻസ്, പിന്നെ ഏത് രീതിയിലൊക്കെ മാറ്റാൻ പറ്റുമോ ഡാൻസിൽ, അങ്ങനെ കുറേ. ഒരു വലിയ പോയിന്റാണ്. കാരണം ഷോസ് നമുക്ക് ലൈഫ് ലോങ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനുള്ള സാധ്യത കൂടുകയുള്ളൂ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് കിട്ടുമ്പോൾ. അതിനുള്ള വില കൊടുക്കുന്നു നിങ്ങൾ കൃത്യമായിട്ട് എന്നുള്ളതിൻ്റെ റിസൾട്ടാണ് ടോപ്പ് 3 നിങ്ങൾ വന്നിട്ടുള്ളതും ഈ സ്റ്റേജിൽ നിൽക്കുന്നതും ഈ ഒരു വേദിയിൽ നിൽക്കുന്നതും. ആൻഡ് ഓഫ് കോഴ്സ് ശ്രീധർ മാസ്റ്റർ പോലെയുള്ള ലെജൻസ് വരുമ്പോൾ ലൈവായിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരുപാട് ലെസൺസ് കിട്ടുകയാണ്. വളരെ ഈസി ആയിട്ട് ലെസൺസ് കിട്ടുകയാണ്. നിങ്ങളൊരു കൊറിയോഗ്രാഫറെ വെച്ച് പഠിച്ച് നേടുന്നതിനേക്കാൾ എളുപ്പത്തിൽ ഒരുപാട് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ലെസൺസ് കിട്ടുകയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇനി ഒരു സ്റ്റേജ് ഷോ ആയാലും മറ്റ് പെർഫോമൻസ് ആയാലും ലൈഫ് ലോങ് ഉപകരിക്കുകയുള്ളൂ, ഒരു ഗ്രോത്തിനുള്ള വഴി നൽകുകയുള്ളൂ. അത് മാത്രമല്ല സറിയൂ, ഇവരിപ്പോ ഇവിടെ വന്ന് പെർഫോം ചെയ്തു. ഇവരെ എത്ര ലക്ഷക്കണക്കിന് പ്രേക്ഷകരാണ് കാണുന്നത്. നാളെ ഇവർ ഇവിടുന്ന് വിജയിച്ചു പോയാൽ, അല്ലെങ്കിൽ കുറച്ച് റൗണ്ടുകളെങ്കിലും നന്നായിട്ട് പെർഫോം ചെയ്ത് പോയാൽ, ഒരു പക്ഷെ നാളെ ഇവരുടെ പേരിലൊക്കെ അവർ ഷോ ചെയ്യാം, ഇവർക്ക് അങ്ങോട്ട് ചെല്ലാം, അപ്പോൾ സ്റ്റേജ് ഷോയിലൂടെ ചെല്ലാമല്ലോ. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുക. മറ്റ് കണ്ടസ്റ്റൻസും ഇതൊരു പാഠമായി എടുക്കുക. ഷോസൊക്കെ ലൈഫ് ലോങ് ചെയ്യാം. കിട്ടുന്ന സമയത്തിൽ മാക്സിമം കാര്യങ്ങൾ മാസ്റ്ററെ പോലെയുള്ളവരുടെ നിന്ന് അല്ലെങ്കിൽ അരവിന്ദ് ഉൾപ്പെടെ എല്ലാവരുടെ അടുത്ത് നിന്ന് പഠിച്ചെടുക്കുക. അതിനുവേണ്ടി ശ്രമിക്കുക. ലെവൽ 3 ടോപ്പ് 3 വന്നതുകൊണ്ട് കാര്യമില്ല. നിങ്ങളുടെ മെയിൻ ഉദ്ദേശം, ലക്ഷ്യം എന്തായിരിക്കണം? പ്രീമിയർ ജെനുവിൻ ലെറ്റ്സ് ഡാൻസ് സീസൺ 3 ആ വിജയ കിരീടം. അതുമാത്രം ഊണിലും ഉറക്കത്തിലും ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അതിൻ്റെ റിസൾട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കിട്ടും. കഴിഞ്ഞിട്ടില്ല എലിമിനേഷൻ, ഇനിയും പോകുന്നു ഒരു ചെറിയ ബ്രേക്കിലേക്ക്. പക്ഷെ പെട്ടെന്ന് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ് ആൻഡ് കീപ് വാച്ചിങ് യുവർ ഫേവറേറ്റ് ഷോ വിച്ച് ഈസ് പ്രീമിയർ ജെനുവിൻ ലെറ്റ്സ് ഡാൻസ് സീസൺ 3. ഫസ്റ്റ് നമ്മൾ ഇവിടെ പാറായിട്ട് വരുമല്ലേ, അപ്പോഴേ എല്ലാം ക്ലിയർ ആവണം. ഈ പാറ് നമ്മൾക്ക് ഫുള്ളായിട്ട് ലൈഫ് സീസൺ സെമി ഫൈനൽ ഫൈനൽ വന്ന് ജയിക്കും, അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കണം. ആ സ്റ്റെപ്പേ റാങ്ങാണ് അല്ലേ, അതാണ് ഈ പ്രശ്നം. ഇവിടെ പറയാനേ പാടില്ല. ജസ്റ്റ് ഓക്കെ, ഐ എം സോറി ടു സേ ദിസ്, ബോത്ത് ഓഫ് യു എലിമിനേഷൻ. ഇപ്പോൾ ഒരു സോങ് ഇടാൻ പോകണം. ഈ സോങ് ഇതുവരെ കേട്ടിട്ടേ ഇല്ല കണ്ടസ്റ്റൻറ്റ്. ഇപ്പോൾ 2 പേരും വന്ന് കളിക്കാൻ പോകണം. കളിക്കുമ്പോൾ 2 പേരും ഒരുമിച്ച് ചെയ്യണം, കോർഡിനേഷനായിട്ട് ചെയ്യണം. ഇത് അഡാപ്റ്റിൻ മാതിരി. വെൽക്കം ബാക്ക് ടു പ്രീമിയർ ജെനുവിൻ ലെറ്റ്സ് ഡാൻസ് സീസൺ 3. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു പ്രീമിയർ ഫുട്വെയർ, ദ കിങ് ഓഫ് ഫുട്വെയർസ്. ഓവർ ടു മാസ്റ്റർ ആൻഡ് ശാന്തനു. അനീഷ് ആൻഡ് പ്രജിത്ത്, പ്ലീസ്. இந்த 2 ആൾക്കാരെ പറ്റി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വിഷയം, ഫസ്റ്റ് 2 ലെവലിൽ അത്ര മാർക്സ് കിട്ടിയില്ല, പക്ഷേ ലെവൽ 3 ടോപ്പ് 3 സ്കോറേഴ്സിൽ വന്നു. ഈ വിജയത്തിന്റെ രഹസ്യം നിറയെ റെഫർ ചെയ്യും. ഇവിടെ ഇരിക്കുന്ന കാട്ടിലും മാക്സിമം യൂട്യൂബിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ഇന്റർനാഷണൽ ലെവലിൽ. ഇതിനെ ഡിഫറെൻ്റ് ആയിട്ടുള്ളതും ചെയ്യാൻ പറ്റും. പ്രജിത്ത് അനീഷ് വന്ന് ഫസ്റ്റ് ലെവലിൽ അങ്ങനെ ഇരുന്ന് സെക്കൻഡ് ലെവലിൽ പോയി. അരുൺ ബാബു നിതിൻ ടോപ്പിലുണ്ട്. ഇപ്പോൾ 5 മാർക്സേ ഡൗൺ. അതാണ് പറഞ്ഞത്.
മിസ് ചെയ്യില്ല. ഒത്തിരി പ്രാക്ടീസ് ചെയ്ത് ഇത് താഴെയുള്ളവർ മേലോട്ട് പോകും, മേലുള്ളവർ താഴോട്ട് പോകും. 5 മാർക്സ് ഡിഫറൻറ്റിൽ പോയി. മനസ്സിലായ? ചാൻസ് വിടുകയേ ഇല്ല. അങ്ങനെ ഇത് ഒത്തിരി അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ലാസ്റ്റ് 2 റൗണ്ട് കലക്കി മാർക്ക് കിട്ടി. ഇൻഫാക്ട് ഓൾ 3 റൗണ്ട്സിൽ ബെസ്റ്റ് ഫുഡ് സ്റ്റെപ്സ് കിട്ടി. കെയർഫുൾ ഓൾ ദ കണ്ടസ്റ്റന്റ്. ഹാർഡ് വർക്ക് ചെയ്യുക, നന്നായിട്ട് ഒരു നിമിഷം ദൈവത്തെ പ്രാർത്ഥിക്കുക. കാരണം എത്ര കഴിവുണ്ടായിട്ടും കാര്യമില്ല, കിട്ടണ ആ ഒരു സമയം അത് ദൈവമേ നന്നായി തരണേ, ഞങ്ങൾ വിജയിക്കണമെന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക. എങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഇതിന് മുന്നിലത്തെ എല്ലാ സീസണിലും നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്തവരായിരിക്കും പ്രൈസ് കൊണ്ട് പോകുന്നത്. സോ ഹാർഡ് വർക്ക് ചെയ്യുക, നന്നായി പ്രാർത്ഥിക്കുക, വിജയം നിങ്ങളോടൊപ്പം. ഇപ്പോൾ ഒരു സോങ് ഇടാൻ പോണു. ഈ സോങ് ഇതുവരെ കേട്ടിട്ടേ ഇല്ല കണ്ടസ്റ്റൻറ്റ്. ഇപ്പോൾ 2 പേരും വന്ന് കളിക്കാൻ പോകണം. കളിക്കുമ്പോൾ 2 പേരും ഒരുമിച്ച് ചെയ്യണം, കോർഡിനേഷനായിട്ട് ചെയ്യണം. ഇത് അഡാപ്റ്റീൻ മാതിരി. അത് എന്താ അണ്ടർസ്റ്റാൻഡിങ് നോക്കാം. ഏത് സോങ്ങിന് എനിക്കും അറിയില്ല, കണ്ടസ്റ്റൻറ്റും അറിയില്ല. గల్లవట్టి గుంజుతాంది దీని సూపే లంగ గుచ్చుతాంది దీని సోకే ఏ మామ దీని చూడకుంటే మన్ను తిన్న పాము లెక్క మనసు పండబట్టే దీని బుంగ మొత్తి సుద్ది నాకు బొంగు తిన్న కోతి లెక్క సింగులయ్య ముద్ది ఉట్టే సినిమా సువిత మామ నీకు సినిమా సువిత మామ సింగు సింగు నీతో సిటీ కొట్టిన మామ మామ సినిమా సువిత మామ నీకు సినిమా సువిత మామ సింగు సింగు నీతో సిటీ కొట్టిన మామ. ഇവർ 2 പേരും ചെയ്ത് ഈ സിറ്റുവേഷനിൽ ചെയ്യാൻ എനിക്ക് തോന്നി. കണ്ടസ്റ്റന്റ് ഏതേനും ഇങ്ങനെ ഒരാൾ കൂടെ പറഞ്ഞാൽ നോന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇപ്പേ സ്റ്റോപ്പ് ചെയ്യും. മസ്റ്റ് അവർക്ക് രണ്ടുപേരും തമ്മിൽ തന്നെ കുറച്ച് ട്രസ്റ്റ് വേണം. ലൈക്ക് ചെയ്യാൻ പറ്റുന്നു. ഇൻ ഫ്യൂച്ചറിൽ ഇങ്ങനെ നടന്ന പോലെ തന്നെ ആറ്റിറ്റ്യൂഡ് ഫ്യൂച്ചറിൽ ഇവർ രണ്ടുപേരും തമ്മിലുണ്ടായ പിന്നെ ദാറ്റ്സ് നോ യൂസ് ഓഫ് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് കാര്യമില്ല. യു ആർ റൈറ്റ്, 100% റൈറ്റ്, അക്സെപ്റ്റഡ്. ഞാനിവിടെ 3 ദിവസം നിന്നതിന് ശേഷമാണ് ആര്യ ഇവിടെ വരുന്നത്. 11-ാം തീയതി ഞങ്ങൾ പേഴ്സ് തമ്മിൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അത് പ്രൊഡ്യൂസറിൻ്റെ ഫ്രണ്ടിൽ വെച്ച് പറഞ്ഞ് തീർക്കുകയും അത് തന്നെ കഴിഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ നേരമില്ലാണ്ട് വൈഷ്ണവിയുടെ ഒപ്പം കളിക്കാൻ അവരുടെ കാര്യങ്ങൾ നോക്കാനും മാത്രമേ അവർക്ക് നേരം ഉണ്ടായുള്ളൂ. ഈ ഇരിക്കുന്ന എല്ലാ കണ്ടസ്റ്റൻസും കണ്ടതും കൂടിയാണ്. ആരും പറഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ പുറത്തായി. ആണോ ഇത്? എന്ത് പറയാൻ? ഈ പറഞ്ഞ സത്യമാണോ? നിങ്ങളോടല്ലേ ഞങ്ങൾ കുറച്ച് നേരത്തെ ചോദിച്ചത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പറയണമെന്ന്. നിങ്ങളോട് ഇത്ര ഫ്രണ്ട്ലി ആയിട്ടുണ്ടല്ലേ, എന്ത് പറയണ ഞങ്ങള്? ബാക്കിയുള്ള 2 contestants, ഒന്ന് അമൽ വൈഷ്ണവി കളർ റൗണ്ടിൽ 22, ശ്രീധർ മാസ്റ്റർ ഹിറ്റ്സിൽ 30 on 30 ആൻഡ് മലയാളം ലെജൻസ് പെർഫോം ചെയ്തിട്ടില്ല. അമലില്ല, വൈഷ്ണവി മാത്രമേ ഉള്ളൂ. അമൽ സ്പോട്ട് എലിമിനേറ്റ് ചെയ്യപ്പെട്ട കണ്ടസ്റ്റന്റ് ആണ്. സോ ഹീസ് നോട്ട് വിത്ത് us. വൈഷ്ണവി ഒരു നല്ല കണ്ടസ്റ്റന്റ് ആണ്. അമൽ കുറച്ച് അവരും നല്ല കണ്ടസ്റ്റന്റ് ആണ്. എല്ലാ റൗണ്ടും നോക്കിയിട്ടുണ്ട്. ശരിയായ ഒരു ആറ്റിറ്റ്യൂഡാണ് കാണിച്ച് അങ്ങനെ പോയി. ഫസ്റ്റ് റൗണ്ട് അമൽ വൈഷ്ണവി ചെയ്ത് മാർക്ക് കൊടുത്തിട്ടില്ല, എലിമിനേഷൻ ചെയ്തു അമൽ. പിന്നെ ഒരു റൗണ്ട് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തു. പിന്നെ ഇന്നൊരു റൗണ്ട് കളർ റൗണ്ട് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ട് റൗണ്ടിൽ 30 on 30 30 ഔട്ട് ഓഫ് കിട്ടി. ഇപ്പോൾ ആര്യ ആൻഡ് ശരത് ശ്രീധർ മാസ്റ്റർ ഹിറ്റ്സ് റൗണ്ടിൽ 11 മാർക്സ്. മീതി 2 റൗണ്ട് പെർഫോം ചെയ്തിട്ടില്ല. ടോട്ടൽ 11. 2 റൗണ്ട് ചെയ്തിട്ടേ ഇല്ല. ഒരു ദിവസം അത്രയും 2 hours ഇങ്ങനെ ചെയ്തു. അത് ഫസ്റ്റ് നമ്മൾ ഇവിടെ പാരായിട്ട് വരുമല്ലേ, അപ്പോഴേ എല്ലാം ക്ലിയർ ആവണം. ഈ പാര് നമ്മൾക്ക് ഫുള്ളായിട്ട് ലൈഫ്
സീസൺ സെമി ഫൈനൽ ഫൈനൽ വന്ന് ജയിക്കും, അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കണം. ആ സ്റ്റെപ്പേ റാങ്ങാണ് അല്ലേ? അതാണ് ഈ പ്രശ്നം. ഇവിടെ പറയാനേ പാടില്ല. ജസ്റ്റ് ഓക്കെ, ഐ എം സോറി ടു സേ ദിസ്, ബോത്ത് ഓഫ് യു എലിമിനേഷൻ. നമ്മുടെ പാനലിൻ്റെ ഡിസിഷൻ നിങ്ങളെല്ലാവരും കേട്ടു. ഇനി മുതൽ നമ്മളോടൊപ്പം വൈഷ്ണവിയും ശരത്തും ആര്യയും ഉണ്ടാവില്ല. ദേ ആർ എലിമിനേറ്റഡ് ഫ്രം പ്രീമിയർ ജെന്യുവൻ ലെതർ ലെറ്റ്സ് ഡാൻസ് സീസൺ 3 ലെവൽ 3. വൈഷ്ണവി ഇവിടെ ബോയിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു. അമൽ എന്താ ചെയ്ത് അവർ ഡാൻസും കളിച്ച് ആ പോർഷൻ കൂടെ കറക്റ്റായി ചെയ്തിട്ടില്ല. അതാണ് കുറച്ച് പ്രശ്നം സ്റ്റാർട്ടായി. അങ്ങനെ ആറ്റിറ്റ്യൂഡ് ചെയ്ത് എലിമിനേഷൻ ചെയ്ത് പിന്നെ ഇവിടെ വന്നു. ഇവിടെ ശരത്ത് എന്താ പ്രോബ്ലം എന്ന് അറിയും. ബട്ട് ശരത്തും നല്ല കണ്ടസ്റ്റൻ്റാണ്. പക്ഷേ ആ 2 hours ക്യാച്ച് ചെയ്താൽ കൂടെ നന്നായിട്ട് ചെയ്യണം, ആ കപ്പാസിറ്റി ഇല്ല. പക്ഷേ ആര്യ വൈഷ്ണവി നന്നായിട്ട് ചെയ്യും. ഡെഫിനറ്റായി ഞാൻ പറയാം, അറ്റ്ലീസ്റ്റ് സെമി ഫൈനൽ ഫൈനൽ വരും എനിക്ക് മനസ്സിൽ തോന്നുന്നുണ്ട്. കണ്ടസ്റ്റൻറ്റ് ഓക്കേന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഓക്കേന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യാം. ഇവർ രണ്ട് പേർ പാരായിട്ട് അല്ല. ഇപ്പോൾ സോറി മാസ്റ്റർ, ഇതാണ് എനിക്ക് തോന്നി. ഓക്കെ, നിങ്ങൾക്ക് തോന്നി. ഞാനിപ്പോൾ അവരുടെ ഭാഗത്തിലാണ് സംസാരിക്കുന്നത്. ആസ് എ കണ്ടസ്റ്റൻസ് നമ്മൾ ജഡ്ജസാണ്. അപ്പോൾ നമ്മളുടെ ഒരു പറയാൻ ഒരു പേടി ഉണ്ടാവും. ലൈക്ക് ഇവർ പെർഫോമൻസ് ചെയ്തിട്ടില്ല, ഒരു പെർഫോമൻസ് ഇവിടെ മാർക്കില്ല, ഇവിടെ 2 പെർഫോമൻസ് ഇല്ല, അവർക്ക് 3 പെർഫോമൻസ് ചെയ്തു. ഓക്കെ, റീസണായിട്ട് നോക്കുമ്പോൾ നമ്മൾ അവർ ചോദിച്ചാൽ അവർ എന്ത് പറയണം, ഓക്കെ ആണോ അവരുടെ ചോദിച്ചത്. അപ്പോൾ ഇത് ഒന്നും ഇവിടെ ഇങ്ങനെ ചെയ്യാൻ പോകണ ഏതും പാർഷ്യാലിറ്റീസ് എതുവും ഇല്ല. ഡയറക്റ്റായിട്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലേ പെർഫോമൻസ് എങ്ങനെ ചെയ്യുമോ കാണുന്നുണ്ടല്ലേ. വൈഷ്ണവി കുറിച്ച് അറിയും, എല്ലാവർക്കും അറിയും അല്ലേ. ആര്യ ഞാൻ ഇവിടെ ഫസ്റ്റ് വൈൽഡ് കാർഡിൽ എൻട്രി വന്ന് ഫസ്റ്റ് എലിമിനേറ്റ് ചെയ്ത് പിന്നെ വൈൽഡ് കാർഡിൽ വന്നു ഇങ്ങനെ പറഞ്ഞു. ഇവർ 2 പേരും ചെയ്ത് ഈ സിറ്റുവേഷനിൽ ചെയ്യാൻ എനിക്ക് തോന്നി. കണ്ടസ്റ്റൻറ്റ് ഏതേനും ഇങ്ങനെ ഒരാൾ കൂടെ പറഞ്ഞാൽ നോന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇപ്പേ സ്റ്റോപ്പ് ചെയ്യും. മസ്റ്റ് അവർക്ക് രണ്ടുപേരും തമ്മിൽ തന്നെ കുറച്ച് ട്രസ്റ്റ് വേണം. ലൈക്ക് ചെയ്യാൻ പറ്റുന്നു. ഇൻ ഫ്യൂച്ചറിൽ ഇങ്ങനെ നടന്ന പോലെ തന്നെ ആറ്റിറ്റ്യൂഡ് ഫ്യൂച്ചറിൽ ഇവർ രണ്ടുപേരും തമ്മിലുണ്ടായാൽ പിന്നെ ദാറ്റ്സ് നോ യൂസ് ഓഫ് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് കാര്യമില്ല. യു ആർ റൈറ്റ്, 100% റൈറ്റ്, ആക്സെപ്റ്റഡ്. ഗുഡ് പോയിന്റ്. പിന്നെ ആർക്ക് എന്താ പറയണം? എനിക്ക് തോന്നുന്നത് ഇവർ ക്ലെവർ ആണെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാം. അവർക്ക് യൂസ് ചെയ്യാന്നുള്ളത് എങ്ങനെ യൂസ് ചെയ്യാന്ന് അറിഞ്ഞിരുന്നാൽ മതി, അവർക്ക് മുന്നോട്ട് പോകാം. അതാണ് പോയിന്റ്. ഈ പ്ലാറ്റ്ഫോം എങ്ങനെ യൂസ് ചെയ്യണം എന്നറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സ്റ്റേജിൽ ഇവർ വന്ന് നിൽക്കുന്നത്. ഞങ്ങളല്ലേ സപ്പോർട്ട് ചെയ്യാൻ. വീണ്ടും എഗെയിൻ നമ്മൾ റിസ്ക് എടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഓക്കെ, നമുക്ക് സജഷൻസ് മനസ്സിലാവുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവരുടെ ഒരു ഡിസിഷൻ തീരുമാനം നമുക്ക് അറിയണം. ഇനിയുള്ള സ്റ്റേജസ് മുമ്പോട്ട് ഒരുമിച്ച് പോകേണ്ടതും പ്രാക്ടീസ് എല്ലാം കണ്ടിന്യൂ ചെയ്യേണ്ടതും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ്. അപ്പോൾ അവരുടെ ഒരു ഡിസിഷൻ അറിഞ്ഞിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാമെന്ന് തോന്നുന്നു. രണ്ടുപേരുടെയും ഡിഫറെൻറ്റ് സ്റ്റൈലാണ്. പക്ഷേ വരും റൗണ്ടുകളിൽ ആ രണ്ട് സ്റ്റൈൽസും എങ്ങനെ യൂസ് ചെയ്യാമെന്ന് കൊറിയോഗ്രാഫറിനോട് സംസാരിച്ചിട്ട് തിരിച്ചു വരും രണ്ടുപേരും. ഗ്രൂമിങ് വരുമ്പോൾ ആ 3 റൗണ്ട് ഇവിടെ കാണിക്കണം. ആ ഗ്രൂമർ ഓക്കെ എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട് അങ്ങനെ പറഞ്ഞാൽ മാത്രമേ ഇവിടെ സ്റ്റേ ചെയ്യാൻ നോക്കൂ. ഒന്ന് ശരത്ത് ഇവിടെ വേണം. ശരത്ത് നല്ല കണ്ടസ്റ്റൻ്റ്, ഇവനും ഫ്ലിപ്പെല്ലാം ചെയ്യും. എനിക്കെല്ലാം ഇവനോട് സ്ട്രെങ്ത് സ്ട്രോങ് എന്താണ് അറിയും. എന്താണ് ഇവരെ എലിമിനേറ്റ് ചെയ്തതാണ്. അവിടെ ഏതോ പ്രാക്ടീസ് ചെയ്ത് കാണിച്ചില്ല, ഏതോ ഒരു ദിവസത്തിൽ പ്രാക്ടീസ് ചെയ്ത് കാണിച്ചില്ല. അതിൽ സ്ട്രോങ് ഇല്ല. ആ വൺ ഡേയിൽ ഒരു പ്രാക്ടീസ് ചെയ്യില്ല. ആ 1 ഡേയിൽ സെയിം ആണ് ഇവിടെ പ്രാക്ടീസ് ചെയ്തത്. സെയിം അമൽ വൈഷ്ണവിയിൽ സെയിം പ്രോബ്ലം. അതാണ് ബോയ്സ് എലിമിനേറ്റ് ആയത്. ഈ ഡിസിഷൻ ഇങ്ങനെ എടുത്ത് നിനക്ക് ഇഷ്ടമായില്ല, ഇഷ്ടമില്ല, നീ ഇഷ്ടമില്ലെന്ന് പറഞ്ഞാൽ കൂടെ ഇവ ചെയ്യില്ല. പറ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ക്ലിയർ ആയിട്ട് പറയൂ. ഇഷ്ടമുണ്ടോ ഇല്ലയോ? ഇല്ല ഇഷ്ടമില്ല. 10ാം തീയതി ഗ്രൂമിന് വന്നിട്ട് 10-11 പറഞ്ഞത് ഗ്രൂമിങ്.
ഇവിടെ വന്നിട്ടുണ്ടായില്ല. അത് കഴിഞ്ഞ് ഞാനിവിടെ 3 ദിവസം നിന്നതിന് ശേഷമാണ് ആര്യ ഇവിടെ വരുന്നത് 11-ാം തീയതി. ഞങ്ങൾ പേഴ്സ് തമ്മിൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അത് പ്രൊഡ്യൂസറിൻ്റെ ഫ്രണ്ടിൽ വെച്ച് പറഞ്ഞ് തീർക്കുകയും അത് തന്നെ കഴിഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ നേരമില്ലാണ്ട് വൈഷ്ണവിയുടെ ഒപ്പം കളിക്കാനും അവരുടെ കാര്യങ്ങൾ നോക്കാനും മാത്രമേ അവർക്ക് നേരം ഉണ്ടായുള്ളൂ. ഈ ഇരിക്കുന്ന എല്ലാ കണ്ടസ്റ്റൻസും കണ്ടതും കൂടിയാണ്. ആരും പറഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ പുറത്തായി. ആണോ ഇത്? എന്താ പറയാ, ഈ പറഞ്ഞ സത്യമാണോ? നിങ്ങളോടല്ലേ ഞങ്ങൾ കുറച്ച് നേരത്തെ ചോദിച്ചത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പറയണമെന്ന്. നിങ്ങളോട് ഇത്ര ഫ്രണ്ട്ലി ആയിട്ടുണ്ടല്ലേ, എന്ത് പറയണ ഞങ്ങള്? If we do something like this, as in നിങ്ങൾ എല്ലാവരും 3 റൗണ്ട് കഷ്ടപ്പെട്ട് ചെയ്തു, 3 റൗണ്ട് കഷ്ടപ്പെട്ട് ചെയ്ത് പിന്നെ അടുത്ത റൗണ്ട് യു ഗോയിങ്. പക്ഷേ இவங்க வந்து ஒரு 2 ரவுண்ட் 1 ரவுண்ட் பெர்ஃபார்ம் செய்தில்ல. அப்போ அவங்க போகிறாங்க அப்படின்னு நாங்கள் யோசிச்சப்போ we thought நாங்கள் നിങ്ങൾക്ക് ചെയ്തിன ഒരു ദ്രോഹം. But what you did right now is not right. ஓகே, ഇപ്പോൾ நான் கண்டஸ்டன்ஸ் ചോദിച്ചതാ, யாரும் எல்லாரும் ஓகே പറഞ്ഞ് ഈ പാരനെ ചെയ്യുന്ന പോത് യാർ ഒരു കണ്ടസ്റ്റൻസ് പറഞ്ഞാലും നോന്ന് പറഞ്ഞാൽ ഞാൻ വിട്ടേക്കെന്ന് പറഞ്ഞ് ഇത് നോന്ന് പറഞ്ഞ് ദേ ബോത്ത് ആർ ആൾസോ എലിമിനേഷൻ. എല്ലാവരും സമ്മതിച്ചാൽ എല്ലാവരും കറക്റ്റായിട്ട് പോകും. ഐ എം വെരി സോറി, ഞാൻ ഇவ்வளோ ഹോപ്പായിട്ട് ചെയ്ത് ഞാൻ പറഞ്ഞില്ല കണ്ടസ്റ്റൻറ്റ് എല്ലാവരും ചെയ്യണമെന്ന് ചൊല്ലി. മാസ്റ്റർ, ഞാൻ അവിടെ പ്രാക്ടീസിന് വിളിച്ചപ്പോൾ ചേട്ടൻ വന്നിരുന്നില്ല. അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാഞ്ഞുകൊണ്ടാണ് ഗ്രൂമിങ്ങിന് വരാഞ്ഞത്. ഞാൻ എന്നോട് പറഞ്ഞില്ല. ഇപ്പോൾ ശരത്ത് പറഞ്ഞ കാര്യത്തിന് ഈ കണ്ടസ്റ്റൻസ് ആണ് സാക്ഷി. ഞങ്ങൾ ആരും ഇത് കണ്ടിട്ടില്ല, ഞങ്ങൾക്കിത് എന്താ നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചത് എന്താണെന്ന് അറിയില്ല. അവൻ പറഞ്ഞൊരു പോയിന്റിന് അവരെല്ലാവരും യെസ് എന്നാണ് പറഞ്ഞത്. ഞാൻ പ്രാക്ടീസിന് ഇവിടെ ചെയ്തിരുന്നു, ഞാൻ ചെയ്യുന്നത് കണ്ട്. എലിമിനേറ്റ് ആയതിനു ശേഷം സംസാരിക്കാൻ വേണ്ട, അത്രേ ഉള്ളൂ. എലിമിനേഷൻ പറഞ്ഞില്ലേ, ഇതിനുശേഷം വൈൻഡ് അപ്പ് ചെയ്യണം. എലിമിനേഷൻ അത്രേ ഉള്ളൂ. നിങ്ങളുടെ റീസൺസ് കേൾക്കാൻ നിങ്ങൾ ഇവിടെ വന്നിട്ടില്ല. So that was it. Premier Genuine Leather Let's Dance Season 3 ഈ 3rd ലെവൽ കഴിഞ്ഞപ്പോഴുള്ള എലിമിനേഷനിൽ നമ്മൾക്ക് 3 കണ്ടസ്റ്റൻസിനെ എലിമിനേറ്റ് ചെയ്യേണ്ടി വന്നു. ദാറ്റ് ഇസ് ഫൈനൽ, നോ മോർ ഡിസ്കഷൻസ് ഓൺ ദാറ്റ്. ബാക്കിയുള്ള കണ്ടസ്റ്റൻസുമായി നമ്മൾ പോവുകയാണ് നമ്മുടെ ക്വാർട്ടർ ഫൈനൽസിലേക്ക്. കോമ്പറ്റീഷൻ ടഫർ ആവുന്നു. ദയവ് ചെയ്ത് നിങ്ങൾ കണ്ടസ്റ്റൻസിനോട് ഒരു ചെറിയ റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ, ഇതുപോലത്തെ സിറ്റുവേഷൻസ് നിങ്ങൾ ഇനി ഉണ്ടാക്കരുത്. ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങളുടെ സ്വന്തം പ്ലാറ്റ്ഫോമാണ്. ഇനി ഇതുപോലെ ഒരു നിങ്ങൾക്ക് കിട്ടില്ല. മേക്ക് യൂസ് ഓഫ് ഇറ്റ്. ഏതെങ്കിലും ഇത് പ്രശ്നം ഉണ്ടാകണം, അവർ അത് നന്നായിട്ട് ഇരിക്കട്ടെ, ചെയ്യട്ടേണ്ടത് അത് വേറെ ഒരു റേഞ്ചാണ് അല്ലേ. ട്രൂ. ഞാൻ ഇപ്പോൾ ഇവിടെ സെലക്ട് ചെയ്ത് എന്തിനാണ് ആ തിറമ എവിടെയോ വേസ്റ്റായി പോയേക്കും. ഇപ്പോൾ പോയാൽ പിന്നെ എവിടെയോ പോയേക്കും. ഇത് സീസൺ 4 വരുമ്പോൾ വെയിറ്റ് ചെയ്യുമോ ഇല്ല, എന്താ നടക്കും ആ ലൈഫിൽ, അതാണ് പ്രശ്നം. ആ തിറമ മിസ്സായി, ഇവിടെ ഈ സ്റ്റേജിൽ മിസ്സായി, അത്രയേ ഉള്ളൂ. ഞാൻ ഒരു ரொம்ப ഫീലിംഗ് ആയിട്ട് തന്നെ പോകുന്നു, സീരിയസ്ലി. അങ്ങനെ വേണ്ട മാസ്റ്റർ. ഇല്ല അതാണ് ഉണ്മ. ഓക്കെ മാസ്റ്റർ പ്ലീസ്. അല്ല ഓക്കെ, ഇവിടെ നിൽക്കൂ, നമുക്ക് ഫൈൻഡ് അപ്പ് ചെയ്തിട്ട് പോവാലോ. ഫൈൻ. സോ കണ്ടല്ലോ, ഇനി ഞങ്ങളോടൊപ്പം ഉള്ളത് 15 കണ്ടസ്റ്റൻസ് ആണ്. അവർ മത്സരിക്കും ക്വാർട്ടർ ഫൈനൽസ്. വി വിഷ് ദം വെരി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് ചെയ്യൂ. കം ബാക്ക് വിത്ത് എ ബാങ്, മേക്ക് അസ് പ്രൗഡ്. നിങ്ങളാണ് ഞങ്ങളുടെ സ്വത്ത്, നിങ്ങളാണ് ഞങ്ങളുടെ അസെറ്റ്സ്, നിങ്ങളാണ് ഞങ്ങളുടെ എല്ലാം. On that note, ഈ എലിമിനേഷൻ എപ്പിസോഡിൽ നിന്ന് ഞങ്ങൾ പറയുന്നു ടാറ്റാ ആൻഡ് ബൈ ബൈ. Take care, good night, and this is definitely your favorite show, which is Premier Genuine Leather Let's Dance Season 3. மாசம்மா அரு மாசம்மா எங்கு தவிச்சேனே பூங்கொடிக்கு வாரமா சில பல்ல வாரமா கட்டு கிடந்தேனே பூவிழிக்கு கண்ணோரங்கள செவி மடுக்கல பசி எடுக்கல வாய் சிரிக்கல ഓണം എന്ത് ഇങ്ങനെ ഡാൻസ് വേണമെന്ന് ചോദിച്ചില്ല, ഞാൻ വിചാരിച്ച് നോക്കിയിട്ടില്ല. ഇവിടെ ഏത് ഒരു രസം കേരള ഓണം എന്നുള്ള രസം ഉണ്ടാവുമല്ലേ, അത് മിസ്സായി.
ഇതൊരു എൻ്റർടൈൻമെൻറ്റ് റൗണ്ട് ഉണ്ടെങ്കിൽ ഡെഫിനറ്റാ 30/30 കിട്ടും. ബട്ട് ഇതൊരു കോമ്പറ്റീഷൻ അല്ലേ, സോ യു ഹാവ് ടു കുറച്ച് ഡാൻസ് വേണം. Brothers, sisters, everybody say, gonna bring the flame, I'll show you how. Got a question for you, better answer now. നിൽക്കുന്ന ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വന്നവരാരും പ്രൊഫഷണൽ ഡാൻസേഴ്സ് അല്ല. ഫസ്റ്റ് ടൈമാണ് അവർ. അതാണ് നന്നായിട്ട് ചെയ്തു അവർ. പ്രൊഫഷണൽ ഡാൻസർ ആയിട്ടാ കുഴപ്പമില്ലാണോ ഇതാണ് ചെയ്യാൻ പോകുന്നത്. ഓവർ കോൺഫിഡൻസ്. സുരേഷ് രമേശിന് ആ ബ്ലാക്ക് പാൻറ് കൊടുത്തതിന് മിക്ക നന്ദി. നിങ്ങൾ ഒരു കണ്ടസ്റ്റന്റിനെ നിങ്ങൾ സേവ് ചെയ്തു, ഇല്ലെങ്കിൽ അവൾ പാൻറ് ഇല്ലാതെ ഡാൻസ് ചെയ്തിട്ടുണ്ടാവും. സോ ഓവറോൾ ഗുഡ് കോൺസെപ്റ്റ്, സ്റ്റോറി ഉണ്ടായിരുന്നു, കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു, ആൻഡ് ഡാൻസ് ഉണ്ടായിരുന്നു. സാറ്റിസ്ഫാക്ടറി സ്റ്റാർട്ട് ടു എ ഹൊറർ റൗണ്ട്. ട്രെൻഡ് ഷോ ചെയ്തു, അത് എല്ലാം ചെയ്തു. ഫസ്റ്റ് സിനിക്കും പെരിയ കൈയടി കൊടുക്കണം. ഇത്ര കഷ്ടപ്പെട്ട് എല്ലാ ഫ്ലോറിങ് മൂമെന്റ്സ്லாம் കഷ്ടപ്പെട്ട് ചെയ്തു. ആ കോൺഫിഡൻസ് കുറച്ച് കമ്മിയായിട്ടുണ്ട്, ആൻഡ് ഷാർപ്നെസ് കുറച്ച് മിസ്സായിട്ടുണ്ട്. ബോഡി വളരെ ലൂസായിട്ടുണ്ട്. സി വെൻ യു ഡൂയിങ് എ കപ്പിൾ ഓഫ് സ്റ്റൈൽസ് ഷാർപ്നെസ് വേണം.